അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നമ്മുടെ കമ്പനിയിൽ പോയി നമ്മുടെ MD ആയിട്ടിരുന്നു, ഡിസ്കസ് ചെയ്തു. ഈ പൈസ കിട്ടിയ ആളുകളെ കണ്ടു, അവരുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് തുറന്നു കാണിച്ചു തന്ന MD 100% ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുത്തത്. കൊടുക്കുന്ന പ്ലാനാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്, ലൈഫ് ടൈം കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ സെറ്റാണ് അല്ലെ. 1000 രൂപയ്ക്ക് 24 ഇരട്ടി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറും എന്ന് പറയുമ്പോൾ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. പക്ഷെ ഇതാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എങ്ങനെ അക്കൗണ്ടിലോട്ട് കയറും, ഈ കാര്യമാണ് ഇവിടെ ഞാൻ ഈ സ്ലൈഡ് വഴി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഒരു സിംഗിൾ ലൈൻ ഓട്ടോപോൾ സിസ്റ്റം വഴിയാണ് ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുക. ഈ പ്രൊജക്റ്റിൽ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ ഈ പ്രൊജക്ട് കേട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡിൽ ഈ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഒട്ടനവധി നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. അതെന്താണെന്ന് ഞാൻ ഈ പ്ലാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇവിടെ നമുക്ക് കാണാം, കമ്പനി 3 പൂളിലൂടെയാണ് നമുക്ക് ഈ പൈസ തരുന്നത്. ഫസ്റ്റ് പൂൾ, സെക്കൻഡ് പൂൾ, തേർഡ് പൂൾ. ഈ 1180 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ പൂൾ വഴി ഒരു 1000 രൂപ തരും, സെക്കൻഡ് പൂൾ വഴി 3000 രൂപ തരും, തേർഡ് പൂൾ വഴി 20000 രൂപ കമ്പനി തരും. അത് കഴിഞ്ഞ് കമ്പനി ഒരു 24000 രൂപയുടെ ഒരു ഫാമിലി പാക്ക് ഫ്രീ തരും. അതുവഴി വീണ്ടും ഒരു 3,12,000 രൂപ തരും. അങ്ങനെ 3,36,000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പോകുന്ന ഒരു സേവ് ആപ്പ് പ്രോ നിങ്ങളുടെ അക്കൗണ്ട് ഫോണിൽ ഉണ്ടെങ്കിൽ. ഇതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ 11:30 നേരത്ത് നിങ്ങൾ ഒരു സേവ് ആപ്പ് പ്രോ പർച്ചേസ് ചെയ്യുകയാണ്. ആദ്യമായി കേൾക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത്, ഈ പ്രോ നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലി സേവ് ആപ്പ് പ്രോയുടെ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 300-500 ഒക്കെ ഒരു ദിവസം വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡിൽ ആരാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് ഒരു വ്യക്തി മേടിച്ചതോ, ഒരു വ്യക്തി മേടിച്ചത് മംഗലാപുരത്താണോ, ഒരു വ്യക്തി മേടിച്ചത് കണ്ണൂരാണോ, എവിടെ ആയിക്കൊള്ളട്ടെ, ഒരു സിംഗിൾ ലൈൻ നിങ്ങളുടെ താഴത്തേക്ക് ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് തൊട്ട് മുമ്പ് മേടിച്ച വ്യക്തികളുടെ ക്യൂവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ശേഷം മേടിച്ച വ്യക്തികൾ നിങ്ങളുടെ താഴത്തേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ശേഷം 4 വ്യക്തികൾ വന്നാൽ, 4 സേവ് ആപ്പ് പ്രോയുടെ വിൽപ്പന നടന്നാൽ ആരാണോ മോസ്റ്റ് സീനിയർ, നിങ്ങളല്ല, നിങ്ങളെക്കാൾ മുൻപുള്ളതിൽ ഏറ്റവും സീനിയർ ആരാണോ ആ വ്യക്തി ഫസ്റ്റ് ഓട്ടോ പൂൾ കംപ്ലീറ്റ് ചെയ്തു. 1000 രൂപ മേടിച്ചുകൊണ്ട് ആ വ്യക്തി സെക്കൻഡ് പൂളിലേക്ക് പോകും. അടുത്ത 4 പേര് വരുമ്പോൾ നെക്സ്റ്റ് ആള് പോകുന്നു, അടുത്ത 4 പേര് വരുമ്പോൾ നെക്സ്റ്റ് ആള് പോകുന്നു. അങ്ങനെ 1000 രൂപ മേടിച്ചുകൊണ്ടാണ് ഓരോ 4 വ്യക്തികൾ വരുമ്പോഴും ഓരോരുത്തർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് പൂളിലേക്ക് പോകുന്നത്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഞാൻ വന്നതിന് ശേഷം 4 പേര് വന്നാൽ ഞാൻ അപ്പുറത്തേക്ക് 1000 രൂപ മേടിച്ചുകൊണ്ട് സെക്കൻഡ് പൂളിലേക്ക് പോകുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ വന്നതിന് ശേഷം 4 പേര് വരുമ്പോൾ ടോപ്പിലുള്ള വ്യക്തിയാണ്, മോസ്റ്റ് സീനിയർ വ്യക്തിയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഡെയിലി വിൽപ്പന നടക്കുമ്പോൾ 100, 200, 300, 500 വിൽപ്പന നടക്കുമ്പോൾ നമ്മൾ ഓർക്കുക 25, 30 വ്യക്തികളൊക്കെ ഒരു ദിവസം 1000 രൂപ മേടിച്ചുകൊണ്ട് സെക്കൻഡ് പൂളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പൂൾ 8 പേരുടെയാണ്. നിങ്ങൾ അങ്ങോട്ട് വന്നു, നിങ്ങൾക്ക് ശേഷം 8 പേർ 1000 രൂപ വാങ്ങിക്കൊണ്ട് ഫസ്റ്റ് ഓട്ടോ പൂൾ ഇൻകം മേടിച്ചുകൊണ്ട് 8 വ്യക്തികൾ അടുത്ത പൂളിലേക്ക് കടക്കുന്ന സമയത്ത് മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള വ്യക്തി ആ സെക്കൻഡ് പൂൾ വിട്ടുകൊണ്ട് തേർഡ് പൂളിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ആ വ്യക്തിക്ക് അഗൈൻ സെക്കൻഡ് ഓട്ടോ പൂൾ ഇൻകമായ 3000 രൂപ വീണ്ടും കിട്ടും. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ സമയത്തൊന്നും ഈ വ്യക്തി ഒരാളോടും സേവ് ആപ്പിനെ കുറിച്ചോ സേവ് ആപ്പ് പ്രോയെ കുറിച്ചോ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും മിണ്ടേണ്ട കാര്യമില്ല. നോൺ വർക്കിംഗ് ഇൻകത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ബിസിനസ് ചെയ്താൽ വരുന്ന ഇൻകത്തെ കുറിച്ച് പിന്നീട് പറയാം. ഇത് ബിസിനസ് ചെയ്യാതെ വീണ്ടും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 3000 രൂപ കിട്ടും. 3000 രൂപ മേടിച്ചുകൊണ്ട് നിങ്ങൾ തേർഡ് ഓട്ടോ പൂളിലെത്തും. തേർഡ് ഓട്ടോ പൂളിന്റെ പ്രത്യേകത എന്താ? അവിടെ 16 പേരുടെയാണ് അല്ലെ. നിങ്ങൾ വന്നു, നിങ്ങൾക്ക് ശേഷം 3000 രൂപ മേടിച്ച 16 വ്യക്തികൾ വന്നു കഴിയുമ്പോൾ ടോപ്പിലുള്ള നിങ്ങൾ അഗൈൻ 20,000 രൂപ മേടിച്ചുകൊണ്ട് 3 ഓട്ടോ പൂളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 3 ഓട്ടോ പൂളും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പനി 24,000 രൂപയുടെ ഒരു 24,000 രൂപ തന്നു കഴിഞ്ഞു. 14,157 രൂപ വിലയുള്ള ഒരു ഫാമിലി പാക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരും. ഫ്രീ. ഈ ഫാമിലി പാക്ക് ഒക്കെ നമ്മളൊക്കെ പൈസ കൊടുത്താണ് എടുക്കുന്നത്. പക്ഷെ ഈ ഓരോ സേവ് ആപ്പ് പ്രോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ പാക്ക് ഫ്രീ കിട്ടും. ഇപ്പൊ 10 വ്യക്തിക്ക് 10 ഫാമിലി പാക്ക് ഫ്രീ കിട്ടും. അപ്പൊ തന്നെ എത്ര രൂപയുടെ ഫാമിലി പാക്ക് ഫ്രീ കിട്ടി അല്ലെ. ആ ഫാമിലി പാക്കും നമുക്ക് നോൺ വർക്കിംഗ് ഇൻകം ആണ്. ആ ഫാമിലി പാക്ക് മേടിച്ച് നിങ്ങൾ ഇതുപോലെ മിണ്ടാതെ റെഫർ ചെയ്യാതിരുന്നാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 3 പൂള് വഴി 3,12,000 രൂപ അഗൈൻ കയറും. അങ്ങനെ ഒരു സേവ് ആപ്പ് പ്രോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 3,36,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് കയറും. അങ്ങനെയെങ്കിൽ ഒരു 10 സേവ് ആപ്പ് പ്രോയൊക്കെ നമുക്ക് ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യാൻ പറ്റും. 10 സേവ് ആപ്പ് പ്രോയാണ് കമ്പനി അലോ ചെയ്യുന്നത്. ഈ 10 സേവ് ആപ്പ് പ്രോ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ 11,800 രൂപയാണ് നിങ്ങൾ മുടക്കുന്നത് അല്ലെ. ഈ 11,800 രൂപ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓട്ടോ പൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 1000 അല്ല കിട്ടുന്നത്, 10 ഐഡിയിൽ നിന്നും കൂടി 10,000 രൂപ കിട്ടും. സെക്കൻഡ് ഓട്ടോ പൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 3,000 വെച്ച് നിങ്ങൾക്ക് 30,000 വീണ്ടും കിട്ടും. തേർഡ് ഓട്ടോ പൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയിൽ നിന്നും ഒരു സേവ് ആപ്പ് പ്രോയിൽ നിന്നും 20,000 വെച്ച് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും. അപ്പൊ നമ്മൾ മുടക്കിയിട്ടുള്ളത് 11,800 രൂപയാണെങ്കിൽ 10 സേവ് ആപ്പ് പ്രോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പോകുന്നത് 2,40,000 രൂപയാണ്. ഇങ്ങനെ ഈ 2,40,000 രൂപ തരുന്നതിന്റെ ഒപ്പം 10 ഫാമിലി പാക്ക് കമ്പനി ഫ്രീ തരും.
ഒരു ഫാമിലി പാക്കിൽ നിന്ന് 3,12,000, അങ്ങനെയെങ്കിൽ 10 ഫാമിലി പാക്കിൽ നിന്ന് എത്ര രൂപ കിട്ടും? 31,20,000 കിട്ടില്ലേ? അങ്ങനെ ടോട്ടൽ 10 സേവാ പ്രോ മേടിച്ച ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് 33,60,000 രൂപ കയറുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ?